സ്നേഹാദരണീയരായ വിശ്വാസിനി സഹോദരങ്ങളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു വിശ്വാസിക്ക് പോലും സ്വപ്നം കാണാൻ സാധിക്കാത്തത്ര അനുഗ്രഹങ്ങളെ കൊണ്ട് അള്ളാഹു ധന്യമാക്കുന്ന പരിശുദ്ധ റമദാൻ മാസത്തിൻ്റെ അവസാന ദിനങ്ങളിലൂടെയാണ് നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ പരിശുദ്ധ റമദാൻ മാസത്തെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുകയും ഉപകാരപ്പെടുത്തുകയും ചെയ്ത് അള്ളാഹുവിൻ്റെ സ്വർഗ കവാടമായ റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗപ്രവേശനം എളുപ്പമാക്കപ്പെടുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ, മുത്തക്കീങ്ങളിൽ അള്ളാഹു നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധ റമദാൻ മാസത്തിലും അല്ലാത്ത ദിനരാത്രങ്ങളിലും നമ്മളൊക്കെ നമ്മളെക്കൊണ്ട് സാധ്യമാകുന്ന ഒരുപാട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാനുള്ള കാരണം ഇന്നല്ലെങ്കിൽ നാളെ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകുമ്പോൾ ഒരിക്കലും അള്ളാഹുവിൻ്റെ മുൻപിൽ അപമാനിക്കപ്പെടരുത്, റബ്ബ് വെറുത്ത ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടരുത് എന്ന നിയ്യത്തോടെയാണ് നമ്മളൊക്കെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ദുനിയാവിൽ പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും സന്തോഷത്തോടുകൂടി നമുക്ക് ജീവിക്കണമെങ്കിൽ മറ്റു പലരുടെയും സഹായം വേണം, സഹകരണം വേണം, പിന്തുണയുണ്ടാകണം. ഏതൊരു മനുഷ്യന്റെയും ജീവിതം എളുപ്പമാകണമെങ്കിൽ മറ്റു പലർക്കും അവന്റെ ജീവിതത്തിൽ ചെയ്തു കൊടുക്കാൻ സാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉദാഹരണമായി, ഞാൻ സാമ്പത്തികമായി പ്രയാസപ്പെടുന്നൊരു വ്യക്തിയാണ്, ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള ആളാണെന്ന് മറ്റൊരാൾക്ക് ബോധ്യപ്പെട്ടാൽ എൻ്റെ ജീവിതം സുഗമമാക്കാൻ, എൻ്റെ ജീവിതം എളുപ്പമാക്കാൻ, എന്നെ സാമ്പത്തികമായി സഹായിക്കാൻ നിങ്ങളിൽ പലർക്കും സാധിക്കും. ഇനി അതല്ല, നമ്മളിൽ പലരും അസുഖക്കാരാണെങ്കിൽ, രോഗം ബാധിച്ചവരുണ്ടെങ്കിൽ ആ രോഗത്തിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്താൻ, സഹായിക്കാൻ, മരുന്നുകൊണ്ട് നമുക്ക് ആ സൂക്കേട് എളുപ്പമാക്കാൻ മറ്റു പലരെ കൊണ്ടും സാധിക്കും. ഈ ദുനിയാവിലുള്ള നമ്മളെ ജീവിതത്തെ എളുപ്പമാക്കാനും സന്തോഷമാക്കാനും ഇതുപോലെ പലർക്കും സാധിക്കുമെങ്കിലും നമ്മളെ മരണം എളുപ്പമാക്കണമെങ്കിൽ അല്ലാഹു തആല തന്നെ തീരുമാനിക്കണം. എൻ്റെ മരണം ഏറ്റവും മനസ്സമാധാനത്തോടെ, സന്തോഷത്തോടെ റബ്ബ് ആഗ്രഹിക്കുന്ന ഒരു രീതിയിലായി മാറണമെങ്കിൽ നിങ്ങൾക്കൊരാൾക്കും എൻ്റെ മരണം സുഗമമാക്കാൻ സാധിക്കുകയില്ല. എൻ്റെ മരണം എളുപ്പമാക്കണമെങ്കിൽ, എൻ്റെ പരലോക ജീവിതം എളുപ്പമാക്കണമെങ്കിൽ, എൻ്റെ മയ്യത്ത് നമസ്കാരത്തിന് നന്മണ്ടപ്പള്ളിയിൽ 10,000 വന്നാൽ മതി. അതല്ലെങ്കിൽ നാട്ടിലുള്ള പലരും ആ മയ്യത്തിനെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ നിങ്ങളത് നിരന്തരം റബ്ബിനോട് ചോദിച്ചുകൊണ്ടിരിക്കണം. കാരണം പലർക്കും അത് കിട്ടിയെന്ന് അവര് വിചാരിക്കുന്നുണ്ടെങ്കിലും ഒരുപക്ഷെ അവർക്ക് അല്ലാഹു തആല അത് നൽകിയിട്ടുണ്ടാവുകയില്ല. സഹാബത്ത് ചോദിച്ചു, അള്ളാന്റെ പ്രവാചകരെ, ഏതാണ് ആ 4 കാര്യങ്ങൾ? അള്ളാഹുവിന്റെ ഹബീബായ നബിത്തങ്ങൾ തിരിച്ചു പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക. നിങ്ങൾ ഓരോരുത്തരും റബ്ബിനോട് ചോദിച്ചുകൊണ്ടിരിക്കണം, റബ്ബേ ഇന്നി അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുന്നു റബ്ബേ, അൽ ഹുദാ, സന്മാർഗം, വത്തുക, ഭയഭക്തി, തഖ്വ, വൽ അഫാഫ, ഐശ്വര്യം, ചൈതന്യം, വൽ ഇന, പരിശുദ്ധി, ഐശ്വര്യം. ഈ 4 കാര്യങ്ങൾ അള്ളാഹുവിന് മാത്രം നൽകാൻ സാധിക്കുന്നതാ. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ചതും നിങ്ങൾ ആ ചോദ്യത്തിന് അള്ളാഹുവിന്റെ മുൻപിൽ നിരന്തരം ആവർത്തനം നടത്തണം. ഇതിലൊന്നാമത്തെ ചോദ്യം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക, റബ്ബേ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, അൽ ഹുദാ, എനിക്ക് സന്മാർഗം വേണം റബ്ബേ. എന്താണ് സന്മാർഗം? എല്ലാ മുസ്ലിമീങ്ങളും സന്മാർഗത്തിലല്ല. എല്ലാ മുസ്ലിമീങ്ങൾക്കും ഹിദായത്ത് കിട്ടിയിട്ടില്ല.
സന്മാർഗം എന്ത് എന്ന ചോദ്യത്തിന് അല്ലാഹു തആല കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്. ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. സന്മാർഗം എന്നാൽ അല്ലാഹുവിന്റെ പ്രവാചകനിലൂടെ അല്ലാഹുവിങ്കൽ നിന്നും ലോകത്തിന് അവതരിപ്പിക്കപ്പെട്ട ഇസ്ലാം എന്ന യഥാർത്ഥ മതം. ഒരു മുസ്ലിമിന് അവന്റെ ജീവിതത്തോട് ഇസ്ലാമിന്റെ ചിട്ടകളെ ചേർത്ത് നിർത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവൻ മുസ്ലിമായിട്ടേയുള്ളൂ, അവന് ഹിദായത്ത് കിട്ടിയിട്ടില്ല. ഹിദായത്ത് കിട്ടാത്തവരുടെ ജീവിതം എങ്ങനെയായിരിക്കും? 5 വക്ത് നിസ്കരിക്കുന്നുണ്ടാകും, പലിശ സംബന്ധമായിട്ട് അവൻ ഇടപെടുന്നുണ്ടാകും. അള്ളാഹുവിന്റെ പരിശുദ്ധ റമദാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുന്നുണ്ടാകും, പക്ഷെ അതോടൊപ്പം തന്നെ കുടുംബക്കാരുമായി പിണങ്ങി ജീവിക്കുന്നവനായിരിക്കും. അള്ളാഹുവിന്റെ ഖുർആൻ ഓതുന്നവനായിരിക്കും, അതോടൊപ്പം തന്നെ നാവുകൊണ്ട് മറ്റൊരാളുടെ പച്ചയിറച്ചി തിന്നുന്നതിൽ യാതൊരു മടിയും കാണിക്കാത്തവരായിരിക്കും. പല മുസ്ലിമീങ്ങൾക്കും ഹിദായത്ത് കിട്ടിയിട്ടില്ല. ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തി കൊടുത്ത വലിയൊരു സത്യമുണ്ട്. നമ്മൾ എത്ര വയലു കേട്ടാലും, നമ്മൾ എത്ര ഖുർആൻ ഓതിയാലും, നമ്മൾ ഏതൊക്കെ പടച്ച റബ്ബിന്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് മുൻപോട്ട് പോകുകയാണെങ്കിലും റബ്ബ് ഹിദായത്ത് തന്നിട്ടില്ലെങ്കിൽ നാളെ പടച്ച റബ്ബിന്റെ അരികിൽ ഞാനും നിങ്ങളും വലിയ പരാജയക്കാരായി മാറും. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറുപ്പത്തിലെ യതീമായിട്ടാണ് ജീവിക്കേണ്ടി വന്നത്. ജനിക്കുന്നതിന്റെ മുൻപേ വാപ്പ മരണപ്പെട്ടു. ജനിച്ച 6ാമത്തെ വയസ്സിൽ ഉമ്മയും മരണപ്പെട്ടു. പിന്നീട് അള്ളാഹുവിന്റെ തിരുദൂതനെ സ്വന്തം മകനെ പോലെ കൂട്ടിക്കൊണ്ടുപോയി സ്നേഹിച്ചത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ വാപ്പ അബ്ദുല്ലായുടെ ജ്യേഷ്ഠൻ അബൂ ത്വാലിബായിരുന്നു. അബൂ ത്വാലിബിന്റെ ഭാര്യ ഫാത്തിമ ബിൻത്ത് അസദ് എന്ന ഉമ്മയായിരുന്നു. 2 പേരും അള്ളാഹുവിന്റെ ഹബീബിനെ പൊന്നുപോലെ പരിഗണിച്ചു, സന്തോഷത്തോടുകൂടി വളർത്തി വലുതാക്കി. അതുകൊണ്ടായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുമ്പോ ആദ്യം ഫാത്തിമ ബിൻത്ത് അസദ് എന്ന അബൂ ത്വാലിബിന്റെ ഭാര്യ മരണപ്പെട്ടു. അബൂ ത്വാലിബിന്റെ ഭാര്യയുടെ മയ്യത്തുമായി മറമാടാൻ കൊണ്ടുപോകുമ്പോ 6 അടി മണ്ണിന്റെ അരികിലെത്തുന്ന അള്ളാഹുവിന്റെ റസൂലുള്ള ആ കബറിലേക്ക് ഇറങ്ങി നിന്ന് കബറിന്റെ 4 ഭാഗവും കൈകൊണ്ട് ഇങ്ങനെ പതുക്കെ തടവും. സഹാബത്ത് ചോദിക്കും, എന്തേ റസൂലേ? അള്ളാഹുവിന്റെ റസൂലുള്ള കണ്ണുനീരോടെ പറയും, കബറേ, നീ എന്റെ പോറ്റുമ്മാനെ സങ്കടപ്പെടുത്തരുത് കേട്ടോ. റബ്ബിനോട് പറയും, റബ്ബേ, നിന്റെ ഉമ്മാന്റെ കബറ് ബേജാറാക്കരുതേ റബ്ബേ. അതോടൊപ്പം തന്നെ അബൂ ത്വാലിബ് മരിക്കുന്നതിന്റെ തൊട്ടു മുൻപ് അള്ളാഹുവിന്റെ ഹബീബ് എളാപ്പാന്റെ അരികിൽ ചെന്ന് പറയുന്നുണ്ട്, എളാപ്പാ, കുൽ യാ അമ്മി ലാ ഇലാഹ ഇല്ലല്ലാ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ പറ എളാപ്പ. പക്ഷേ എളാപ്പ പറയുന്നില്ല. ആ കണ്ണുനീരോടുകൂടി എളാപ്പ ലാ ഇലാഹ ഇല്ലല്ലാ പറയാതെ മരിച്ചു പോകുമ്പോ നെഞ്ചുപൊട്ടി സങ്കടപ്പെടുന്ന അള്ളാഹുവിന്റെ ഹബീബിനോട് അള്ളാഹു കൊടുക്കുന്ന ഒരു വാക്കുണ്ട്, നബിയേ, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന കാരണം കൊണ്ട് ഒരാളെയും ഹിദായത്തിലാക്കാൻ താങ്കളെ കൊണ്ട് സാധിക്കുകയില്ല. ഈ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് ഒരുപാട് നമസ്കരിച്ചവന് ഹിദായത്ത് കിട്ടിക്കൊള്ളുന്നില്ല, ഓന്റെ നിസ്കാരം വെറും അഭിനയായിരിക്കും. ഒരുപാട് നോമ്പ് നോറ്റവന് ഹിദായത്ത് കിട്ടിക്കൊള്ളുന്നില്ല, കാരണം നോമ്പ് നോറ്റതിന്റെ ഒരു ക്വാളിറ്റിയും ബാക്കി 11 മാസം എന്റെ ജീവിതത്തിൽ ഉണ്ടാവൂല. ഖുർആൻ ഓതിയവന് ഹിദായത്ത് കിട്ടിയെന്ന് അവകാശമല്ല, കാരണം ഖുർആൻ ഓതുന്ന അതേ നാവ് കൊണ്ട് അവൻ പച്ചമാംസം തിന്നുന്നതിൽ ഒരു കുറവും വരുത്തിയിട്ടില്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിരന്തരം റബ്ബിനോട് ചോദിക്കണം, പടച്ചോൻ എനിക്ക് ഹിദായത്ത് തരണം. എനിക്ക് ഹിദായത്ത് കിട്ടിയിട്ടില്ല, എന്റെ കർമ്മങ്ങളൊക്കെ വൃഥാവിലായി പോകും. ഇന്ന് ആ ഹിദായത്ത് കിട്ടിയെന്ന് അവകാശപ്പെടുന്ന പലർക്കും ആ ഹിദായത്ത് കിട്ടിയിട്ടില്ലെന്നുള്ളതിന്റെ സാക്ഷിത്വമാണ് ഇന്ന് ഈ ഉമ്മത്ത് നമ്മളെ കാണിച്ചിരുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഏറ്റവും വലിയ ഹിദായത്ത് എന്താ? ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കൽ, ആ റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കൽ, ആ റബ്ബിന് മാത്രം നേർച്ച വഴിപാടുകൾ അർപ്പിക്കൽ. ഇന്ന് മുസ്ലിമീങ്ങളായ പലർക്കും ആ ഹിദായത്ത് കിട്ടിയിട്ടുണ്ടോ? മക്കയിൽ നിന്ന് മദീനയിലേക്ക് അള്ളാഹുവിന്റെ തിരുദൂതൻ നാടുവിട്ടു പോകേണ്ടി വന്നത് മക്കയിൽ ഒരു പെണ്ണിനെ കയറി പിടിച്ചതിന്റെ പേരിലല്ല, മക്കയിൽ എന്തെങ്കിലും സാമ്പത്തിക ക്രമക്കേട് നടത്തിയതിന്റെ പേരിലല്ല, മക്കയിൽ ആരെയെങ്കിലും അന്യായമായി ഉപദ്രവിച്ചതിന്റെ പേരിലല്ല. അന്ന് മക്കയിലുള്ള ലാത്ത എന്ന ഖബറിന്റെ അരികിൽ പോയി നിങ്ങൾ സുജൂദ് ചെയ്യരുതേ, ലാത്തയോട് പ്രാർത്ഥിക്കരുതേ, കച്ചവടത്തിന് പോകുമ്പം ലാത്തേ നിന്റെ യാത്ര എളുപ്പമാക്കണേ എന്ന് പ്രാർത്ഥിക്കരുതേ എന്ന് സ്വന്തം ജനതയോട് പറഞ്ഞതിന്റെ പേരിലാ അള്ളാന്റെ ഹബീബിനെ മക്കക്കാര് കൊല്ലാൻ തീരുമാനിക്കുന്നത്. അവര് ചോദിച്ചൊരു ചോദ്യമുണ്ട്, മുഹമ്മദേ, ഞങ്ങളും മുസ്ലിമീങ്ങളാ,
ഞങ്ങളെ വാപ്പാരും മുസ്ലിമീങ്ങളാ. ഞങ്ങളെ വാപ്പയും വാപ്പന്റെ വാപ്പയും കാക്ക കാരണവന്മാരും ഒക്കെ ചെയ്ത ഈ ലാത്തന്റെ കബറിങ്കൽ പോയി സുജൂദ് ചെയ്യരുത്, പ്രാർത്ഥിക്കരുത് എന്നാണ് നിന്റെ വാദമെങ്കിൽ തീർച്ചയായും നീ അക്രമിയാണ്. ഞങ്ങളെ വാപ്പാരെ തള്ളിപ്പറയുന്നവനാ, നിന്നെ ഞങ്ങൾ വകവരുത്തുക തന്നെ ചെയ്യും. ആ ഭയപ്പാടുകൊണ്ട് ആ തിരുദൂതൻ നാടുവിട്ട് പോകേണ്ടി വന്നത്. പിന്നീട് 10 കൊല്ലം മദീനയിൽ താമസിച്ച് തിരിച്ചു മക്കയിലേക്ക് വരുമ്പം ആ മക്കയിൽ കാലുകുത്തുന്ന അല്ലാഹുവിന്റെ ഹബീബ് കയ്യിലുണ്ടായിരുന്ന ഒരു ഇരുമ്പിന്റെ പാര മകളുടെ ഭർത്താവ് അലി ഇബ്നു അബീ ത്വാലിബിന്റെ കയ്യിൽ കൊടുത്ത് ആദ്യം കൊടുക്കുന്ന ഒരു ഉത്തരവുണ്ട്. ഏത് ഭരണാധികാരിയുടെ നാവിൽ നിന്നും ആ ജനത പ്രതീക്ഷിച്ചിരിക്കുന്ന ആദ്യത്തെ നിയമനം, ആദ്യത്തെ ഉത്തരവ് തന്റെ കയ്യിലുള്ള ആ ഇരുമ്പിന്റെ പാര കൊടുത്തിട്ട് റസൂലുള്ള കൊടുത്ത ഉപദേശം എന്താണെന്നറിയോ? അലി, ഒരാളുടെ നെരിയാണിക്ക് മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്ന സർവ്വ കബറും അടിച്ചു നിരപ്പാക്കണം അലി. ഒരു കബർ പോലും വിട്ടേക്കരുത് അലി, അതാരുടേതാണെന്ന് പറഞ്ഞാലും. അലി ബിൻ അബീ ത്വാലിബ് കഅബ് ബിൻ മാലിക് എന്ന ചെറുപ്പക്കാരനെയും കൂട്ടി അന്ന് തച്ചു പൊട്ടിച്ചതാ മക്കയിലെ സർവ്വ കബറും. ഇന്നൊരൊറ്റ കബർ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റൂല. ലോകത്തെ ഏറ്റവും വലിയ ഔലിയാക്കളായ ഉഹദീങ്ങൾ, ബദരീങ്ങൾ, ഖന്ദഖീങ്ങൾ, ഖൈബരീങ്ങൾ, ഇങ്ങനെ കിടക്കുന്ന നിരവധി ഔലിയാക്കന്മാര് കിടക്കുന്ന ഒരു കബർ പോലും അള്ളാന്റെ ഹബീബ് കെട്ടിപ്പൊക്കാൻ സമ്മതിച്ചിട്ടില്ലെങ്കിൽ അതാ ഹിദായത്ത്. ഹിദായത്ത് എന്നാൽ ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കല, ആ റബ്ബിന്റെ മുൻപിൽ മാത്രം സുജൂദ് ചെയ്യല, ആ റബ്ബിനോട് മാത്രം സഹായം ചോദിക്കല. ഇന്നൊരു ഗുണവുമില്ലാത്ത കെട്ടുകഥകളിലൂടെ മുസ്ലിം ഉമ്മത്തിനെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരുപാട് പ്രവണത നമ്മൾ കാണാൻ തുടങ്ങി. അല്ലേ, ചിന്തിച്ചു നോക്കൂ. ആകാശങ്ങളിലൂടെ പറന്നു പോകുന്ന ഫ്ലൈറ്റ് പിടിച്ചിറക്കി മടവൂരിന്ന് കയറിപ്പോകുന്ന ഷെയ്ഖുനാന്റെ കറാമത്ത് കേൾക്കുമ്പം തക്ബീർ വിളിക്കുന്നത് മുസ്ലിമീങ്ങളാ. പക്ഷേ ഹിദായത്ത് കിട്ടിയിട്ടില്ല. ചീറിപ്പാഞ്ഞു വരുന്ന തീവണ്ടിയെ കൈകൊണ്ട് താങ്ങി നിർത്തി ഗുണദോഷിച്ചു വിട്ട കഥകൾ കേൾക്കുമ്പം തക്ബീർ വിളിക്കുന്നത് അല്ലാഹു അക്ബർ എന്നാണെങ്കിലും അള്ളാനെ തിരിയാത്തവരാ. 19 കൊല്ലം ഗർഭം ധരിക്കാതെ ഇരുന്ന പെണ്ണ് സങ്കടം പറയാൻ ഷെയ്ഖിന്റെ അരികിലെത്തിയപ്പോ ബിരിയാണിയുടെ കോഴിക്കാല് വലിച്ചെടുത്ത് കടികടിച്ച് ബാക്കി കടി പെണ്ണിന് കൊടുത്തപ്പോഴേക്കും 9 മാസം ഗർഭം ധരിച്ച പെണ്ണിന്റെ കറാമത്ത് കണ്ട് ആർത്തുല്ലസിച്ചു എന്ന് കേൾക്കുമ്പോഴേക്കും അള്ളാഹുവിന്റെ പേരിൽ തക്ബീർ വിളിക്കുന്നവർക്ക് ആരാ റബ്ബ് എന്ന് തിരിഞ്ഞിട്ടില്ല. ലേറ്റസ്റ്റ് മോഡൽ പോലും നമ്മൾ കേട്ടില്ലേ? എല്ലാ റമദാൻ മാസത്തിലും ഒരു രാത്രി കഞ്ഞിയും പയറും കുടിക്കാൻ വേണ്ടി ഹിളർ നബിയോടൊപ്പം ഷെയ്ഖുന വീട്ടിന്റെ പറമ്പിൽ വന്ന് പോകാറുണ്ടെന്ന് കേൾക്കുമ്പോ ഇത്രമാത്രം കെട്ടുകഥകളിലൂടെ, ഒരു ജനതക്കും ഗുണമില്ലാത്ത കഥകളിലൂടെ മുസ്ലിം ഉമ്മത്തിന്റെ ഹിദായത്ത് നശിപ്പിക്കാൻ പലരും പണിയെടുക്കുമ്പം അവിടെ നമ്മൾ ജാഗ്രതയോടെ ചിന്തിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഹിദായത്ത്. ആ ഹിദായത്ത് റബ്ബിനോട് ചോദിക്കണം, ഏത് ഘട്ടത്തിലും ഏത് സന്ദർഭത്തിലും. അതുകൊണ്ടാ 70 പേരെ കൂട്ടിക്കൊണ്ടുപോയി ഖുർആൻ പഠിപ്പിക്കാനെന്ന് വ്യാജേന കൂട്ടിക്കൊണ്ടുപോയി 69 പേരെയും കൺമുൻപിൽ വെച്ച് കൊല്ലുന്നത് ഹുദൈഫ എന്ന സ്വഹാബി കണ്ടിട്ടുണ്ട്. കാരണം ആ 70 പേരുടെ നേതാവെന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹു ആയിരുന്നു. 69 പേരെയും ശത്രുക്കൾ കൺമുൻപിൽ വെച്ച് വെട്ടിയിട്ടും തിളച്ച എണ്ണയിലിട്ടും കുരിശിലേറ്റിയും കൊന്നു. 70ാമനായി കൊല്ലാൻ കൊണ്ടുവരും നിർത്തിയത് ഹുദൈഫ എന്ന സ്വഹാബിയെ. ഹുദൈഫാനോട് ശത്രു രാജാവ് ചോദിച്ചു, ഹുദൈഫ, നിങ്ങളെ സ്ഥാനത്ത് മുഹമ്മദ് ആയിരുന്നെങ്കിൽ എന്ന് സ്വയം ഉറക്കെ പറഞ്ഞ താങ്കൾക്ക് രക്ഷപ്പെടാം. ഞങ്ങളുടെ അധികാരത്തിന്റെ ഒരു പരിധി താങ്കൾക്ക് തരികയും ചെയ്യും. ഹുദൈഫത്തുൽ യമാൻ പുച്ഛത്തോടെ പറഞ്ഞു, എൻ്റെ ഒരു രോമത്തിൽ ഞാൻ എൻ്റെ റസൂലുള്ളാഹിനെ മാറ്റി പറയുകയില്ല. എനിക്കെൻ്റെ റബ്ബും എൻ്റെ അള്ളാന്റെ ഹബീബുമാണ് ഏറ്റവും വലുത്. അവസാനം പിടിച്ച് കുരിശിലേറ്റാൻ നേരത്ത് രാജാധികാരി ചോദിച്ചു, ഹുദൈഫ, അവസാന ആഗ്രഹം എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട് ഭരണാധികാരി. എന്താ? 2 റക്അത്ത് നിസ്കരിക്കണം. 2 റക്അത്ത് ശത്രുവിന്റെ കൺമുൻപിൽ വെച്ച് സുന്ദരമായി നിസ്കരിച്ച ഹുദൈഫാന്റെ ഈമാനിന്റെ കരുത്ത് കണ്ട് ദേഷ്യം പിടിച്ച ഭരണാധികാരി കുരിശിലേറ്റി കൊല്ലാൻ കൽപ്പിക്കുമ്പോ 2 കൈകളിലും ഇരുമ്പിന്റെ ആണി ആഞ്ഞടിക്കുന്ന സെക്കൻഡിൽ പോലും ശത്രുവിന്റെ കണ്ണിൽ നോക്കി ഹുദൈഫ റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞത്, അല്ലാഹു അക്ബർ, എനിക്കെന്റെ റബ്ബാ വലുതെന്നാ. അതാ ഹിദായത്ത്. അല്ലാണ്ട് മുസ്ലിം പേരുള്ളതുകൊണ്ട് ഹിദായത്ത് ഉണ്ടായിക്കൊള്ളുന്നില്ല. മുസ്ലിം പേര് വെച്ച് സർവ്വ ജാറത്തിങ്ക കയറിയിറങ്ങാലും ഹിദായത്ത് കിട്ടിയിട്ടില്ല. ഇത് വിശ്വാസത്തിന്റെ രംഗത്തു മാത്രമല്ല, എല്ലാ രംഗത്തും. ഒരു മുസ്ലിമാണോ അവന്റെ കുടുംബം നന്നാവണം, അതാ ഹിദായത്ത്. ഞാനൊരു മുസ്ലിമായിട്ടും എനിക്ക് മുസ്ലിമിന്റെ പേരുണ്ടായിട്ടും എന്റെ കുടുംബത്തോട് എനിക്ക് നീതി കാണിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എനിക്ക് ഹിദായത്ത് കിട്ടിയിട്ടില്ല.